ഹരിയോ നാം വൈകിയോ? ലേശം. ദൈവത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. SP എമാനെ കണ്ടില്ലല്ലോ. മൂപ്പരുടെ വണ്ടി ഹോട്ടൽ സീക്കിങ്ങിന് മുന്നിൽ കിടക്കണം. മെസ്സേജ് എത്താറായോ? അതൊക്കെ എത്തിക്കഴിഞ്ഞു. കറിയാച്ചനോട് വന്നിട്ട് സംസാരിക്കാം. വന്നു തോന്നുന്നു. ആ സപ്പർ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ RDX എത്തിച്ചിട്ടുണ്ടാവും. അത് സ്വാമിയുടെ കയ്യിൽ ഏൽപ്പിച്ച പിന്നെ അയാളുടെ പണി കഴിഞ്ഞല്ലോ. അതെ, അത് കഴിഞ്ഞുള്ളതാണല്ലോ തല പോണ പണി. നമസ്കാരമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ പാക്കപ്പലെ കുറെ സായിപ്പന്മാരെത്തിയിട്ടുണ്ട്. അവർക്ക് KTDCയുടെ വക ഡിന്നർ ഹോട്ടൽ സീക്കിങ്ങിൽ. പാക്കപ്പലെന്ന സാധനം പൊക്കിയെടുക്കാൻ കുറെ പാടുപെട്ടു. പിന്നെ ഈ കാക്കിയുടെ ബലം കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു എന്ന് പറയാം. പിന്നെ സ്വാമിയെ, ആശ്രമത്തിലേക്ക് പൂക്കൾ തരുന്ന കടയിലെ 2 കൂടകളിൽ നമ്മുടെ സാധനം അടയാളെ വിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് സ്വാമിയുടെ തിരുശിരസില. പൊന്നാമ്പുരാനെ വിളിച്ചോണ്ട് പണി തുടങ്ങിക്കും. എന്റെ പെട്ടി എവിടെ? ദേ അതിലൊന്നും തനിക്ക. എന്റെ പരിമല തിരുമേനി, 3 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഓരോ കേസ് ഒത്തു വന്നിരുന്നെങ്കിൽ തറവാടൊന്ന് പച്ച പിടിച്ചേനെ. മുഹമ്മദ് സാറേ, എങ്ങനെയൊക്കെയാ പരിപാടി? കോടിക്കണക്കിന് കാശ് തരുന്നവരോട് കൂറ് കാണിക്കണമല്ലോ. ദേ എന്തിനും അടിയാൻ റെഡി. നിർദ്ദേശം കിട്ടിയാ സപ്പറിന്റെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 10 മണിക്ക് തളിയൂരമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിപ്പ് സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ആനക്കൊട്ടലിന്റെ അടുത്ത് സ്ഫോടനം നടക്കണം. 200 പേരെങ്കിലും മരിക്കുമെന്ന സപ്പറിന്റെ കണക്കൂട്ട്. എന്താ ഞെട്ടുന്നത്? ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രമായില്ല. തളിയൂരമ്പലം കത്തിത്തീർന്ന പിറ്റേ ദിവസം താരേക്കാട്ട് മദ്രസയ്ക്കുള്ളില ബോംബ് വയ്ക്കാൻ പോകുന്നു. ഈ 2 സ്ഫോടനങ്ങളോട് കൂടി കേരളത്തിലേക്കുള്ള അൽ ജിഹാദിന്റെ പടയോട്ടത്തിന് തുടക്കം കുറിക്കും. താനെന്താണോ നോക്കുന്നത്? അതിന് വേറെ പണപ്പെട്ടി വരുവോടോ? മതി, അത് മതി. ഇമെയിൽ മെസ്സേജിൽ ആനക്കൊട്ടിലിന്റെയും അമ്പലത്തിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദേ നോക്ക്. സപ്പറിന്റെ മെസ്സേജ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കുന്നവർ സ്വാമിയെ വന്ന് കാണും. അവരെ വല്ല കാവിയോ പട്ടോ ഉടുപ്പിച്ച് സേഫായി അമ്പലത്തിലെത്തിക്കണം. വോയിസ് മെയില്. തികച്ചും ഗുരുതരമായൊരു പിഴ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അബൂബക്കർ എന്ന പട്ടാളക്കാരൻ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച കത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, കൈപ്പിഴ, അൽ ജിഹാദ് ഈ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആയതിനുള്ള പരമാവധി ശിക്ഷ അള്ളാഹുവിന്റെ പേരിൽ സപ്പർ നടപ്പാക്കി കഴിഞ്ഞു. കരുതലോടെ നീങ്ങുക. അൽ ജിഹാദിന് വേണ്ടി നിങ്ങളുടെ സപ്പർ. ഈ പട്ടാളക്കാരൻ ആ ദാദാ സാഹിബിന്റെ മോനല്ലേ? പിന്നല്ലാതെ. ഈ ഹമുക്കിനെ കൊണ്ട് തോറ്റല്ലോ. കുട്ടി സാറേ, ആ പ്രിന്റ് ഔട്ട് ഇങ്ങെടുത്തേ. ഇനി വെറുതെ വിട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ബാബുവിന്റെ വണ്ടിയല്ലേ? അതെ. ബാബു, എടാ ബാബു, ഇപ്പൊ മനസ്സിലായോ സപ്പറിന്റെ വിധി എന്താണെന്ന്? ഒരു 10-20 കിലോ കോഴി കൂടെ വേണം കുട്ടപ്പ. നേരത്തെ കൊണ്ടുപോയി തികയിലെന്നാണ് വെപ്പുകാരൻ പറയുന്നത്. അപ്പൊ നാളെ ഐശ്വര്യ നിൽക്കാതെ പൊടി പൊടിക്കാൻ തന്നെ തീരുമാനം അല്ലേ? ഈ ക്ഷയരോഗം പിടിച്ച കോഴികളെ കൊണ്ടുപോയിട്ട് എന്തോന്ന് പൊടി പഠിക്കാനാ? ശരിയാ, വെറും എല്ലും തോലും മാത്രമേ ഉള്ളൂ. ഇതുങ്ങളെ ഈ ഹിന്ദി നടികളെ പോലെ സ്ലിം ബൂട്ടി അവൻ നോക്കുന്നുണ്ടാ. ഇത് കണ്ട പൂജാഭദ്ര സ്റ്റൈൽ പിടി. ഒരു കുട്ട ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൂടെ അതിലിട്ട് കൊണ്ടുപോകായിരുന്നു. കാർഗിൽ കുന്നിലൂടെ വലിയ പാറ്റൻ ടാങ്കും തോളിലേറ്റി പാകിസ്ഥാനിലേക്ക് പുല്ലുപോലെ നടന്നു പോയിട്ടുള്ള ആളെ അബുക്ക. പിന്നെയാണ് നിന്റെ 3-4 കോഴി. പട്ടാളത്തെ പിടിച്ച് കളിക്കരുത് കേട്ടോ കുട്ടപ്പ. നാളെ രാവിലെ കല്യാണത്തിന് നേരത്തെ എത്തിക്കണം കേട്ടോ. ഓ,
ഏത് പന്നിയുടെ മോനാണ് എറിഞ്ഞത്? എറിഞ്ഞത് ഞാനാ. പള്ളിക്കൂടത്തിന് മുമ്പിൽ കൂടെ വഴിയായത്. മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് പോലീസുകാർ ചുമന്ന മഷി കൊണ്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പാഞ്ഞങ്ങ് പോവാൻ ഈ പഞ്ചായത്തിനോട് സ്ത്രീധനം കിട്ടിയതല്ല. നിലം തൊടാതെ പറക്കല്ലേ നാട്ടുകാരെന്നൊക്കെ. തന്റെയൊക്കെ തൽസ്വരൂപം വെളി വരാൻ ഇനി അധികം കാലം വേണ്ടി വരികയല്ലേ. അധികം വിസ്തരിക്കാതെ, ഇത് നീ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച പെറ്റീഷൻ അല്ലേ? MLA മുഹമ്മദ് കുട്ടി ചെര പഠിച്ചത് നീ പഠിച്ച കളരി നല്ലത് ഇപ്പൊ മനസ്സിലായല്ലോ. എടാ വേ, നീ ഇത് എന്നാ കണ്ടോണ്ടെങ്കിൽ നെകളിക്കുന്നേ? അന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കൊല്ലാതെ വിട്ടതേ ഈ MLA പറഞ്ഞിട്ടാ. നീ പിന്നെ എന്നാ വിളുത്താനാ മിലിറ്ററിക്കാർക്ക് ഈ കോപ്പ് അയച്ചത്? സ്വാതന്ത്ര്യ സമരത്തിൽ വടി പിടിച്ചെന്ന് പറഞ്ഞൊരു തന്തേ, പട്ടാളത്തിൽ പാട്ടുരുട്ടെന്ന് പറഞ്ഞൊരു മോനും. ഈ ഇന്ത്യ മഹാരാജ്യം നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടദാനം കിട്ടിയതാണോ? ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കണം. ഇനി കിടന്ന് വിളഞ്ഞാൽ കറിയാച്ചന്റെ തനിക്കൊണം നീ അറിയും. ശരിയാ, അന്ന് ഞാൻ ഓഫീസിൽ വന്ന് കാണുമ്പോ എനിക്ക് കറിയാച്ചൻ സാറിന്റെ ഒരു ഗുണം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കാഞ്ഞിരപ്പള്ളി ചക്രാമ്പറമ്പുകാരുടെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ടാ. ആ ഉള്ളത് പറഞ്ഞ തന്റെ അപ്പന്റെ ഉപ്പാപ്പന്റെയും കാര്യം വെച്ച് നോക്കുമ്പോ ഞാൻ എത്രയോ പരിശുദ്ധി. തല്ലാൻ വരട്ടെ സാറേ, തല്ലാൻ സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ച് തല്ലാന്നേ, കൂട്ടത്തല്ലേ. അതിനു മുമ്പ് ഈ കൂടി നിൽക്കുന്നവരുടെ സാറിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ദോഷമാണോ തങ്കച്ചത്? ഓ, തഴക്കദോഷം. തഴക്കദോഷം. തഴക്കദോഷത്തിന്റെ പേരും പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലിട്ട് 15 വയസ്സുകാരിയെ പിഴപ്പിച്ചിട്ട് അച്ചമ്പട്ടത്തിന് കിരീടം വയ്ക്കാൻ അങ്ങ് ശീമയിലോട്ട് പോയൊരു കൊച്ചച്ഛനുണ്ട് പാലായിൽ. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ. ആ കുഞ്ഞാട് ഇവരുടെ കുടുംബത്തിന്ന. ഈ നിൽക്കുന്ന കറിയാച്ചൻ സാറിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ. പിന്നൊരുത്തൻ സ്വന്തം കെട്ടിയവളെ ഉറക്കത്തിൽ റബ്ബർ ഷീറ്റിനകത്ത് പൊതിഞ്ഞു കെട്ടി അബ്കാരി മുതലാളിയുടെ ഔട്ട് ഹൗസ് വരെ നട്ടപ്പാതിരാക്കി ചുമന്നുകൊണ്ട് പോയി കാഴ്ചവെച്ചു. അതാരാന്നറിയോ? ഇയാളുടെ അപ്പൻ. അതുകൊണ്ട് ആ ചരിത്രമുള്ള കറിയാച്ചൻ ദാദാ സാഹിബിന്റെയും മോന്റെയും ചരിത്രം എഴുതാൻ നാരായം എടുക്കണ്ട. ഇസ്ലാമിന്റെ മാനം കെടുത്താൻ ജനിച്ച ഈ ദജ്ജാലിന്റെ മൂടും താങ്ങി ആയുസ് കൊടുക്കുകയുള്ളൂ താൻ. പക്ഷേ അതിനി ഏറെ നാളില്ല. ഒന്ന് നിക്കുന്നേ. പോലീസ് സൂപ്രണ്ടിനെ MLAയും പരിപാടിയും നിർത്തി വേർപ്പിച്ചിട്ട് നീ അങ്ങ് ഷൈൻ ചെയ്യലോടാ മോനെ. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാലോ? ഈ കറിയാച്ചനും ഇത്തിരി സമയം താ. കൊള്ള മോനെ.
ഇനി അടിച്ച ഏമാമാര് ചത്തുപോകും. വാ നമുക്ക് പോവാം.